ദീർഘനേരം യാത്ര ചെയ്താൽ മനസ്സ് വല്ലാതെ മുഷിഞ്ഞു പോകും, ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോകും, വസ്ത്രത്തിലൊക്കെ അഴുക്ക് പുലരും. അങ്ങനെ വല്ലാത്ത മടുപ്പോടുകൂടി ആ യാത്ര അവസാനിച്ച് നമ്മളൊന്ന് നല്ല തണുത്ത ജലത്തിലൊന്ന് മുഖം കഴുകിയാൽ മനസ്സിനും ശരീരത്തിനും ഒരു വല്ലാത്ത ഉന്മേഷമാണ്. എന്നാൽ തണുത്ത ജലത്തിലൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ അതിലേറെ ആനന്ദമാണ്. അങ്ങനെയാണെങ്കിൽ 11 മാസത്തെ നീണ്ട യാത്ര കഴിഞ്ഞവരാണ് നമ്മൾ. ഒരലച്ചിലായിരുന്നു. ആ അലച്ചിലിനിടയിൽ പലതിലും പെട്ട് പലതും സംഭവിച്ചിട്ടുണ്ട്. ആ യാത്രയുടെ ശേഷം ഒരു തെളിർമഴയുടെ അടുത്ത് വന്നു നിൽക്കുകയാണ് നമ്മൾ. ഈ മഴയുടെ പേരാണ് റമളാൻ. മരുഭൂമിയിൽ ചിലപ്പോ പെട്ടെന്ന് മഴ പെയ്യാറുണ്ട്. ആ മഴയ്ക്ക് അറബികൾ പറയാറുള്ള പേര് റമള് എന്നാണ്. റമള് എന്നാൽ പുതിയ മഴയാണ്. റമളാൻ എന്നാലും പുതുമഴയാണ്. പെട്ടെന്ന് മഴ പെയ്താൽ എല്ലാ കുഴികളിലും വെള്ളം നിറയും, വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകും. എന്നതുപോലെ ഹൃദയങ്ങളിലെല്ലാം റമളാനിലൂടെ ഒരു മഴ വന്ന് വീഴുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന മഴയാണ്. അപ്പൊ ഞാനും നിങ്ങളും തിരക്കിനിടയിൽ ഒന്ന് തിരിഞ്ഞു നിന്ന് ആലോചിക്കാനുള്ള സമയമാണ് റമളാൻ. റമളാൻ നോമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നോമ്പ് വളരെ സ്വകാര്യമായ ഒരു ഇബാദത്താണ് എന്നതാണ്. ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് കുറെ ആളുകളുടെ കൂടെയാണ്. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരാൾക്ക് കിട്ടുകയെങ്കിലും ചെയ്യുന്നുണ്ട്. ഹജ്ജ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ കൂടെയാണ്. പക്ഷെ നോമ്പ് വളരെ സ്വകാര്യമാണ്. നമ്മൾ അത്താഴം കഴിക്കുന്നത് കുറെ ആളുകളുടെ കൂടെയാണ്. നോമ്പ് പിറക്കുന്നത് കുറെ ആളുകളുടെ കൂടെയാണ്. എന്റെ കണ്ണ് വാടുന്നതും ശരീരം തളരുന്നതും ചുണ്ട് ഉണങ്ങുന്നതും ഞാൻ വാടുന്നതും നിങ്ങൾക്കറിയാം, കാണാം. പക്ഷെ നിങ്ങൾക്ക് എന്റെ നോമ്പ്, നിങ്ങളുടെ നോമ്പ് എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു ഇബാദത്ത് നമുക്ക് പഠിപ്പിക്കുന്നത്? സ്വകാര്യമായ ഒരു ആരാധനാകർമ്മം അള്ളാഹു എന്തിനാണ് പഠിപ്പിക്കുന്നത്? അത്രയും സ്വകാര്യമായി അള്ളാഹുവിനെ പേടിക്കാനാണ്. ഈ സ്വകാര്യതയിലെ പേടിയാണ് ഇന്നത്തെ സമൂഹത്തിൽ കുറഞ്ഞു പോയിരിക്കുന്നത്. പുറത്ത് വളരെയധികം പേടിയുണ്ട്. പള്ളികളെല്ലാം നിറഞ്ഞു കവിയുകയാണ്. ദാനധർമ്മങ്ങൾ കൊണ്ട് നാടുകളിലെല്ലാം ആളുകൾക്ക് വേണ്ടതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഉള്ളിലൊരു ചെറിയ വെളിച്ചമുണ്ട്, ഹിദായത്ത് എന്ന പ്രകാശം. ആ പ്രകാശമാണ് കുറഞ്ഞു പോകുന്നത്. ആ പ്രകാശം കുറഞ്ഞു പോകുന്ന രോഗത്തെയാണ് റമളാൻ ചികിത്സിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമുണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ. ത്വാലൂത്ത് എന്ന ഒരാളുടെ കഥയാണ്. നമ്മളെല്ലാവരും കേട്ടതാണ്, ഒരിക്കലെങ്കിലും നമ്മൾ വായിച്ചു പോയിട്ടുള്ളതാണ്. ആ കഥ പറയുന്നിടത്ത് ഖുർആൻ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഈ താലൂത്തും അദ്ദേഹത്തിന്റെ സൈന്യവും ഒരു യുദ്ധയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. യുദ്ധത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളോട് താലൂത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്താണ്? നമ്മളൊരു നദി കാണും. ആ നദിയിൽ നിന്ന് നിങ്ങൾ ആരും വെള്ളം കുടിക്കരുത്. ആരെങ്കിലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അയാൾ എന്റെ സംഘത്തിൽ നിന്ന് പുറത്തു പോകും. വെള്ളം കുടിക്കാത്ത ആളുകൾ മാത്രമാണ് എന്റെ കൂട്ടത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യാത്ര തുടർന്നു. പക്ഷെ സംഭവിച്ചത് എന്താണ്? ആ കൂട്ടത്തിൽ വലിയ ശതമാനം ആളുകളും, ബഹുഭൂരിപക്ഷം ആളുകളും വെള്ളം കുടിച്ചുപോയി. വെള്ളം കുടിക്കാത്ത കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അവരോടൊപ്പമാണ് പിന്നെ യാത്ര തുടരുന്നത്. അങ്ങനെ അവരോട് ഏറ്റുമുട്ടാൻ വേണ്ടി വലിയ ഒരു സൈന്യം, അവരെക്കാൾ എത്രയോ വലിയ ഇരട്ടിക്കുള്ള വലിയൊരു സൈന്യം വന്നു.
ഇവരോട് ഏറ്റുമുട്ടാൻ വേണ്ടി. പക്ഷേ അവര് മടിച്ചു നിന്നോ? അവര് മടിച്ചു നിന്നില്ല. നമ്മൾ തോറ്റുപോകുമല്ലോ എന്ന് വിചാരിച്ച് അവർ പിന്നാക്കം നിന്നുപോയോ? പിന്നാക്കം നിന്നില്ല. എത്രയെത്ര വലിയ വലിയ സൈന്യങ്ങളെ ചെറിയ ചെറിയ സൈന്യങ്ങൾ അതിജയിച്ചിട്ടുണ്ട് എന്ന് ഉറക്കെ പാട്ടുപാടിക്കൊണ്ടാണ് ആ ആളുകൾ ആ വലിയ സൈന്യത്തോട് ഏറ്റുമുട്ടി വിജയിച്ചത്. എന്തിനാണ് ഖുർആൻ ഇത് പഠിപ്പിച്ചത്? വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞു. ആ വെള്ളം കുടിക്കാത്ത ആളുകൾക്കാണ് ഈ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ കഴിഞ്ഞത് എന്ന് ഖുർആൻ ഒരു കഥ പറയുന്നത് എന്തുകൊണ്ടാണ്? പിടിച്ചു നിൽക്കാൻ കഴിയുന്നവർക്ക് എവിടെയും തളരാതെ മുന്നോട്ട് പോകാൻ കഴിയും. ശീലമുള്ള ആളുകൾക്ക് എവിടെയും തോൽക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും. ചിലതൊക്കെ സഹിച്ചും ചിലതൊക്കെ വേണ്ട എന്ന് വെച്ചും ചിലതിനോടൊക്കെ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത ആളുകൾ ഈ ജീവിതത്തിൽ തോറ്റുപോകും എന്ന കഥ പഠിപ്പിക്കാനാണ്, എന്ന സംഭവം ഉദ്ധരിക്കുവാനാണ് ഖുർആൻ ആ കഥ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മനസ്സിന്റെ ധൈര്യവും മനസ്സിന്റെ ശക്തിയുമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. നിങ്ങൾ നോക്കൂ, ഒരു വസ്തു ഇളകിക്കൊണ്ടിരുന്നാൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഒരു വസ്തു ഇങ്ങനെ ഇളകാൻ പാടില്ലാത്തതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഏതെങ്കിലും ഒരു സംഗതിയായിട്ട് പിടിച്ചു കെട്ടും, അല്ലെങ്കിൽ ഒരു പശ തേച്ചിട്ട് ഉറപ്പിക്കും. ഇതാണ് നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി നമ്മുടെ ഉള്ളിലുണ്ട്. ഇളകുന്നത് എന്നാണ് അതിന്റെ പേര്. അതാണ് ഖൽബ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സുമ്മിയ അൽ ഖൽബു ബിതഖല്ലുബിഹി. ഖൽബിന് ആ പേര് വരാനുള്ള കാരണം അത് ഇളകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അത് ഇളകിക്കൊണ്ടിരിക്കുന്നതാണ്. ശരിയിലേക്കും തെറ്റുകളിലേക്കും നിരന്തരമായി ഇളകുന്നുണ്ട്. വടക്ക് നോക്കി യന്ത്രം വടക്കിലേക്ക് മാത്രം ദിശ കാണിക്കുന്നത് പോലെ മനസ്സ് ശരിയിലേക്ക് മാത്രം ദിശ കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ മനസ്സിന്റെ ഉള്ളിൽ തിന്മക്കുള്ള ചില ആഗ്രഹങ്ങളും ഉണ്ട്. ആ തിന്മയുടെയും നന്മയുടെയും സംഘർഷം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. നമ്മൾ ഏതിനാണ് അനുസരിച്ചത്, ഏതിന്റെ പിന്നാലെയാണ് പോയത് എന്നാണ് അള്ളാഹ് നോക്കുന്നത്. അപ്പൊ ഖൽബ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഹൃദയം ഇളക്കമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇളകാതിരിക്കണമെങ്കിൽ എന്താണ് പരിഹാരം? അതിനൊരു പരിഹാരം ഖുർആൻ പറയുന്നുണ്ട്. അതെന്താണ്? അറബി ഭാഷയിൽ കെട്ടുക, ബന്ധിക്കുക എന്നൊക്കെ ഉള്ളതിന് പറയാറുള്ളത് അഖദ എന്നൊക്കെ ഉള്ള പദമാണ്. അതുമായി ബന്ധപ്പെട്ട അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ പ്രയോഗിക്കാറുണ്ട്. അഖദ എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടു എന്നാണ്, അല്ലെങ്കിൽ ബന്ധിച്ചു എന്നാണ്. ആ പദത്തിൽ നിന്നാണ് അഖീദ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അഖീദ എന്ന് പറഞ്ഞാൽ എന്താണ്? അഖീദ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുള്ളത് നമ്മുടെ ആദർശത്തിനാണ്, നമ്മുടെ വിശ്വാസത്തിനാണ്. എന്ന് പറഞ്ഞാൽ ഇളകിക്കൊണ്ടിരിക്കുന്ന ഖൽബിനെ ഇളകാത്ത ഒരു ആദർശത്തിൽ പിടിച്ചു കെട്ടാനുള്ള ശ്രമമായിരിക്കണം ഒരു വിശ്വാസിയുടെ ഭാഗത്തിൽ നിന്നുണ്ടാകേണ്ടത്. അവന്റെ കണ്ണും അവന്റെ കാതും അവന്റെ ഖൽബും അവന്റെ കൈകാലുകളും തിന്മയിലേക്ക് നിരന്തരമായി വശീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ അതിനെ ഇളകാതിരിക്കാനുള്ള ഒരു ഉപായമാണ്, മാർഗമാണ് യഥാർത്ഥത്തിൽ അഖീദ എന്ന് പറയുന്നത്. ഈ അഖീദ അഥവാ ഈമാൻ ഇടക്കിടക്ക് അതിന്റെ നിറം കുറഞ്ഞു പോകും. അതിന്റെ നിറം ഇങ്ങനെ കുറഞ്ഞു പോകും. ആ നിറം പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ആരാധനാ കർമ്മങ്ങൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. നോമ്പിനെ കുറിച്ച് മഹാനായ ഹസൻ ബസ്രി റഹിമഹുല്ല പറഞ്ഞ ഒരു ചെറിയ വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ തആല ജഅല ശഹ്റ റമളാന ലിഖൽഖിഹി മിദ്മാറൻ. അള്ളാഹു അവന്റെ അടിമകൾക്ക് റമളാൻ എന്ന് പറഞ്ഞ ഒരു പരീക്ഷയാണ് കൊടുത്തിട്ടുള്ളത്. റമളാൻ എന്ന് പറഞ്ഞാൽ ഒരു പരിശീലനക്കളരി മാത്രമല്ല, ഒരു മത്സരക്കളരി കൂടിയാണ്. ഒരു മത്സരത്തിൽ എല്ലാ ആളുകൾക്കും 100 മാർക്ക് കിട്ടാറില്ലല്ലോ, എല്ലാ ആളുകൾക്കും ഉന്നത മാർക്ക് കിട്ടാറില്ല. ചില ആളുകൾക്കൊക്കെ 100 മാർക്ക് കിട്ടും, ചില ആളുകൾക്കൊക്കെ 50 മാർക്ക് കിട്ടും, ചില ആളുകൾക്കൊക്കെ 10 മാർക്ക് കിട്ടും, ചില ആളുകളൊക്കെ പരാജയപ്പെട്ടു പോകും. ഞാനും നിങ്ങൾ റമളാൻ എന്നൊരു മാസം വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണോ അതല്ല വിജയിച്ചവരാണോ എന്ന ഒരാലോചന വളരെ അടിയന്തരമാണ്. റമളാൻ അറബി മാസങ്ങളിലെ 9ാമത്തെ മാസമാണ്, 8ാമത്തെ മാസമാണ്, അല്ലെ? 9ാമത്തെ മാസമാണ് റമളാൻ. അപ്പൊ 8ഉം 7ഉം 6ഉം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ 9ാമത്തെ മാസത്തിലേക്ക് എത്തിയിരിക്കുന്നത്.
അപ്പൊ ശഅബാൻ കഴിഞ്ഞ ഒരാളാണ് റമദാനിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ റമദാൻ കഴിഞ്ഞിട്ട് ഇയാള് തന്നെ ശവ്വാലിലേക്കും എത്തുന്നുണ്ട്. അപ്പൊ ശഅബാനിലുണ്ടായിരുന്ന ശീലങ്ങളും ശഅബാനിലുണ്ടായിരുന്ന തിന്മകളും ശവ്വാലിലും ബാക്കിയുണ്ട് എങ്കിൽ റമദാൻ എന്ന അതിന്റെ രണ്ടിന്റെയും മടക്ക് വന്ന ഒരു 30 ദിവസം നമ്മളെ ഒരു നിലക്കും സ്വാധീനിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ റമദാന് കൊണ്ട് എനിക്കും നിങ്ങൾക്കും കൈവരേണ്ട സുപ്രധാനമായ കാര്യം ഈ തിരക്കിനിടയിൽ ഒന്ന് തിരിഞ്ഞു നിന്ന് അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ്. നമ്മൾ സാധാരണ ഓതാറുള്ള ഒരായത്തുണ്ടല്ലോ, സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്ത്. അതിൽ നമ്മൾ കാണാതെ പോകുന്ന ഒരാശയമുണ്ട്. അതെന്താണെന്നറിയോ? നോമ്പ് നിർബന്ധമാക്കിയിട്ട് നിങ്ങളെല്ലാവരും നോമ്പ് നോൽക്കണം, അത് മുൻകാലക്കാർക്കും നിശ്ചയിച്ചതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹ് എന്താ പറഞ്ഞത്? ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് പറഞ്ഞത്. എന്താണ് ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞാല്? തത്തഖൂൻ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങളെല്ലാവരും സൂക്ഷ്മതയുള്ളവരാകും എന്നാണ്. പക്ഷെ അതിന്റെ മുമ്പ് അല്ലാഹ് ചെറിയ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. അതെന്താണ്? അത് ലഅല്ലക്കും എന്നാണ്. എന്താണ് ലഅല്ലക്കും എന്ന് പറഞ്ഞാൽ? ലഅല്ല എന്ന വാക്കിന്റെ അർത്ഥം സാധ്യത ഉണ്ട് എന്നാണ്. ഉറപ്പ് പറഞ്ഞിട്ടില്ല. 30 ദിവസവും വെള്ളം ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട്, ഭക്ഷണം ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട്, ഒരാൾ പട്ടിണി കിടന്നു എന്നുള്ളത് കൊണ്ട്, തറാവീഹുകൾ കൃത്യമായി നിസ്കരിച്ചു എന്നതുകൊണ്ട് അയാൾക്ക് തഖ്വ കൈവരും എന്ന് അള്ളാഹു ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ഒരു സഫില് 10-20 ആളുകൾ നിസ്കരിക്കുന്നു. ഇപ്പൊ നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഈ 10 ആളുകളോ 20 ആളുകളോ ഒരു സഫിൽ നിസ്കരിക്കുമ്പോ ആ 20 ആളുകളും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒരുപോലെയാണ്. അവരുടെ സുജൂദും അവരുടെ റുക്കൂഉം അവരുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഒരുപോലെയാണ്. പക്ഷെ ആ ആളുകൾക്കെല്ലാം കിട്ടുന്ന കൂലി ഒരുപോലെയാണോ? ആ 20 ആളുകൾക്കും കിട്ടുന്ന പ്രതിഫലം ഒരുപോലെയാണോ? ഒരുപോലെയല്ല. 20 ആളുകൾക്കും 20 തരത്തിലുള്ള പ്രതിഫലമാണ്. ചെയ്ത പ്രവൃത്തിക്കാണ് പ്രതിഫലമെങ്കിൽ എല്ലാ ആളുകൾക്കും ഒരു കൂലി കിട്ടണമല്ലോ. പക്ഷെ ചെയ്ത പ്രവൃത്തിക്കല്ല പ്രതിഫലം. പിന്നെയോ അത് ചെയ്തപ്പോഴുള്ള ആ തഖ്വക്കാണ് പ്രതിഫലം. ഇതാണ് എല്ലാ ഇബാദത്തുകളുടെയും ലക്ഷ്യം. നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു. പെട്രോൾ തീരാൻ തുടങ്ങിയാൽ നമ്മൾ പെട്രോൾ പമ്പിലേക്ക് വണ്ടി കയറ്റും. 10 രൂപക്കാണ് പെട്രോൾ അടിച്ചതെങ്കിൽ 10 രൂപക്കുള്ള ഓട്ടേ വണ്ടി ഓടുള്ളൂ. അതല്ല 100 റുപ്യക്കാണ് നമ്മൾ പെട്രോൾ അടിച്ചത് എങ്കിൽ ആ 100 രൂപക്കുള്ള ഓട്ടം വണ്ടി ഓടും. ഇങ്ങനെയാണെങ്കിൽ നോമ്പ് എന്നതും നിസ്കാരം എന്നതുമൊക്കെ ഓരോ പെട്രോൾ പമ്പുകളാണ്. ഈമാനിന്റെ ഇന്ധനം ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളാണ്. ഭക്തിയുടെ ശക്തി ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഭക്തിയാണ് നമ്മൾ ശേഖരിക്കേണ്ടത്. അപ്പൊ നിസ്കരിക്കുന്ന ഒരു 3-4 മിനിറ്റ് ഉണ്ട്. ആ 3-4 മിനിറ്റിന് വേണ്ടിയാണോ നിസ്കാരം? നിസ്കാരം എന്തിനാ? അല്ലാഹ് പറഞ്ഞു അല്ലാഹുവിനെ ഓർക്കുവാൻ. വഅഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർക്കാനാണ് നിസ്കാരം എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2, 3, 4 മിനിറ്റ് അല്ലാഹനെ ഓർക്കാനാണോ നിസ്കാരം? ആകാൻ പാടില്ലല്ലോ. ഒരു ദിവസം ആകെയുള്ള നിസ്കാരം ഒരു 10-24 മിനിറ്റാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 10-24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിൽ 24 മിനിറ്റ് മാത്രം അള്ളാഹുവിനെ ഓർക്കുവാനല്ല നിസ്കാരം. പിന്നെയോ ആ 24 മണിക്കൂറും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തികട്ടി വരേണ്ട ഓർമ്മയാണ് അള്ളാഹു എന്ന ഓർമ്മ. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളോടോ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടോ പറയാത്ത ഒരു കാര്യം നിസ്കരിച്ചു പുറത്തിറങ്ങുന്ന ആളുകളോടല്ല പറയുന്നുണ്ട്. നിസ്കരിക്കാൻ വന്ന ആളുകളോടല്ല പറയണത്, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടല്ല. പിന്നെയോ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന ആളുകളോടല്ല പറയണത് വദ്കുറുല്ലാഹ കസീറ എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാനെ കുറെ ഓർക്കണം. ധാരാളമായി നിങ്ങൾ അള്ളാനെ ഓർക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ധാരാളമായി അള്ളാനെ മറക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇനി നിങ്ങളുടെ പുറപ്പാട് എന്നാണ്. ഇടതുകാല് വെച്ചിട്ടാണ് നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളത്. ഇടതുകാല് നമ്മൾ എങ്ങോട്ടാണ് വെക്കാറുള്ളത്? അഴുക്കുകളിലേക്കാണ് വെക്കാറുള്ളത്. നമ്മുടെ ഈമാനിൽ അഴുക്ക് കളരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇനി നമ്മുടെ സഞ്ചാരം. അതുകൊണ്ട് അല്ലാഹ് പറയണോ, നിൽക്കൂ, അള്ളാഹുവിനെ നല്ലോണം ഓർക്കണം കേട്ടോ. ഇന്ന് ഹജ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് റുപ്യക വേണം. ആ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരാൾ ഹജ്ജിന് പോകുന്നത് എന്തുകൊണ്ടാ? അള്ളാഹു എന്ന ഒരൊറ്റ ഓർമ്മ കൊണ്ടാണ് അയാൾ പോയത്. അങ്ങനെ ഹജ്ജിന് വരുന്ന ഒരാളോടോ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോടോ പറയാത്ത ഒരു കാര്യം ഹജ്ജ് കഴിഞ്ഞ് പോകുന്ന ഒരാളോട് അല്ലാഹ് പറയണില്ലേ?
ഹജ്ജിന്റെ ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ അഴിച്ചുവെച്ച് നാട്ടിലേക്ക് പോകാൻ വിമാനം കാത്തിരിക്കുന്ന ആളോട് അല്ല പറയണ ഒരു കാര്യം, ഫൈദാ ഖളൈതും മനാസികകും വദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ എന്നാണ്. ഇനി നിങ്ങൾ അല്ലാഹനെ നല്ലോണം ഓർക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ അത് നിർവഹിക്കണ കുറച്ചു നേരത്തിനുള്ളതല്ല, അത് കഴിഞ്ഞിട്ടുള്ള കുറെ നേരത്തിനുള്ളതാണ്. കാരണം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കച്ചവടം, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിസിനസ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിദ്യാലയം, അത് കഴിഞ്ഞിട്ടാണ് അടുക്കള, അത് കഴിഞ്ഞിട്ടാണ് അയൽപ്പക്കം. ആ അയൽപ്പക്കത്തേക്ക്, ആ അടുക്കളയിലേക്ക്, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക്, ആ ബിസിനസ്സിലേക്ക് ആവശ്യമായ ഭക്തി ശേഖരിക്കാനുള്ള കേന്ദ്രമായിരുന്നു ഈ നിസ്കരിക്കുന്ന ആ സമയം. ഞാൻ ഇത്രയും ആമുഖമായി സൂചിപ്പിച്ചത് ഇബാദത്തുകളുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്നെയും നിങ്ങളെയും പുതുക്കിക്കൊണ്ടിരിക്കുക എന്നാണ്. അതാണ് മണിക്കൂറുകളെ നിസ്കാരം കൊണ്ടും, ദിവസങ്ങളെ ജുമുഅ കൊണ്ടും, മാസങ്ങളെ റമളാന് കൊണ്ടും, വർഷങ്ങളെ ഹജ്ജ് കൊണ്ടും അള്ളാഹു പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മനസ്സിന്റെ ധൈര്യവും മനസ്സിന്റെ ശക്തിയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അയാൾ പതറിപ്പോകരുത്. അതിനയാൾക്കുള്ള ഏറ്റവും വലിയ ശക്തി എന്താണ്? അതിനുള്ള ഏറ്റവും വലിയ ശക്തി ഈമാനാണ്. ഈമാന് എന്ന് നമ്മൾ എണ്ണിപ്പറയുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, ഇങ്ങനെ എണ്ണിപ്പറയാറുണ്ട്. അവസാനിപ്പിക്കാറുള്ളത് എന്ത് പറഞ്ഞിട്ടാണ്? അവസാനിപ്പിക്കാറുള്ളത് വിധിയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണ്, അല്ലേ? വിധിയിൽ വിശ്വസിക്കാൻ ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. 255 സ്ഥലങ്ങളിൽ വിധിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സ്ഥലത്ത് പോലും നിങ്ങൾ വിധിയിൽ വിശ്വസിക്കണം കേട്ടോ എന്നല്ല നമ്മളോട് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാ? അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെയാണ് ആ അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെയാണ് ആ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിലുള്ള സംതൃപ്തി. വിധിയിലുള്ള വിശ്വാസമല്ല നമുക്ക് വേണ്ടത്. പിന്നെന്താണ്? വിധിയിലുള്ള സംതൃപ്തിയാണ്. വിധിയിൽ ആർക്കാണ് വിശ്വാസമില്ലാത്തത്? ഏതൊരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അയാൾ പറയും മുസ്ലിം ആണെങ്കിൽ അള്ളാന്റെ വിധിയാണ് എന്ന് പറയും, മുസ്ലിം അല്ലെങ്കിൽ ഈശ്വരന്റെ വിധിയാണ്, ദൈവത്തിന്റെ വിധിയാണ് എന്ന് പറയും. അപ്പൊ അത് വിശ്വാസമില്ലാത്ത ആരുമില്ല. പിന്നെ എന്താണ് ഇല്ലാത്തത്? അതിലുള്ള സംതൃപ്തിയാണ് ഇല്ലാത്തത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സുഹൃത്തിന്റെ കുട്ടിയെ വളരെ അപകടകരമായ ഒരവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായ രോഗമാണ്. അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് കുട്ടിന്റെ വർത്താനമെന്ന്. അപ്പൊ അയാൾ പറഞ്ഞെന്താണ്? 99% രക്ഷയില്ല എന്നാണ് ഡോക്ടർമാർ പറയണത്. പിന്നെ 1% ഉള്ളത്, അത് നമുക്ക് അള്ളാഹ്ക്ക് വിടാം എന്ന് പറഞ്ഞു. എത്ര ശതമാനമാണ് അള്ളാഹ്ക്ക് വിട്ടത്? 1%. ബാക്കി 99% നമ്മൾ ആർക്കാണ് വിട്ടത്? ആർക്കൊക്കെയോ വിട്ടുപോയി. ഇതല്ല തവക്കുല്. തവക്കുല് എന്ന് പറഞ്ഞാൽ ഇതല്ല. ഈ 100% പടച്ചവന് കൊടുക്കലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വേറെ ഒരു അനുഭവം ഉണ്ടായി. വിദേശത്ത് നിന്ന് വന്ന നമ്മുടെ ഒരു സുഹൃത്തും കുടുംബവും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് ഈ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ടൊരു കാര്യം പറഞ്ഞു. അവരുടെ കൂടെ കുവൈത്തില് പ്രവർത്തിക്കുന്ന നല്ല ഈമാനുള്ള ഒരു സ്ത്രീ, വളരെ ഭക്തയായൊരു സ്ത്രീ, അവർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോ ആ സ്കാൻ റിപ്പോർട്ടിൽ കാണുന്നത് കുട്ടി തിരിഞ്ഞു വന്നിട്ടില്ല എന്നാണ്. കുട്ടി ഒന്ന് തിരിഞ്ഞു വരണമല്ലോ, അങ്ങനെ തിരിഞ്ഞു വന്നിട്ടില്ല. വളരെ അപകടമാണ്, വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ എല്ലാ ആളുകൾക്കും വലിയ വിഷമായി. അപ്പൊ ഈ സ്ത്രീയോട് ചോദിച്ചു, നമ്മൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു എന്താണെന്നറിയോ? ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ പറഞ്ഞു, ആകാശ ഭൂമികളെ തിരിച്ചുകൊണ്ടിരിക്കുന്നവനായ ഒരു പടച്ചവനിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആ പടച്ചവൻ എന്റെ കുട്ടിയെ തിരിക്കുമെന്നാണ് പറഞ്ഞത്. തിരിച്ചു. ആ പടച്ചവൻ തിരിച്ചു കൊടുത്തു. കാരണം എന്താണെന്നറിയോ? ആ പടച്ചവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത്? വലനബലുവന്നക്കും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്വാബിരീൻ വലനബലുവ അഖ്ബാറക്കും. എന്താണ്? വലനബലുവ അഖ്ബാറക്കും. നിങ്ങളെ നാം പരീക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടില്ല. ഒരു ചെറിയ വാക്ക് കൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? നിങ്ങൾ എന്താണ് പറയുന്നത് എന്നും നാം പരീക്ഷിക്കും. അപ്പൊ ഈ സ്ത്രീയുടെ ജീവിതത്തില് ഉണ്ടാകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടായത്. അപ്പൊ അള്ള നോക്കിയത് എന്താണെന്നറിയോ? അവരെന്താണ് പറയുന്നത്?
അവര് പറഞ്ഞത് അല്ല കേട്ടു, അള്ളാഹുവിന് ഇഷ്ടമായി, അള്ളാഹു അവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ ഇതാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വിധികളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയൂല. നിയന്ത്രിക്കാൻ കഴിയോ? ഇല്ല. എന്നാൽ ആ വിധിക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. കപ്പലോട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാള്, അയാൾ കപ്പലോട്ടുമ്പോ കാറ്റും മഴയും ഒക്കെ വരുന്നു. ആ കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ ഇയാളെ കപ്പലാകെ തകിടം മറിയും. എന്നാൽ ഈ കാറ്റിനെയും മഴയെയും നിയന്ത്രിക്കാൻ ഇയാളെ കൊണ്ട് കഴിയൂല. പക്ഷേ ആ കാറ്റിനും മഴയ്ക്കും അനുസരിച്ച് ഇയാളുടെ കപ്പലിനെ നിയന്ത്രിക്കാൻ കഴിയും. ഇതാണ് വിധിവിശ്വാസം. വിധിയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയൂല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല വിധി. പക്ഷേ എന്ത് വിധിക്കപ്പെട്ടാലും, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനനുസരിച്ച് ഈ ജീവിതമാകുന്ന കപ്പലിനെ ഈ കാറ്റിലും കോളിലും പെടാതെ, തകിടം മറിയാതെ, കലങ്ങി മറിയാതെ ഈ ജീവിതമാകുന്ന കപ്പലിനെ ഒരേ ഭാവത്തോടുകൂടി നിലനിർത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. അതിനെന്ത് വേണം? അതിനതിശക്തമായ ഈമാൻ ഉണ്ടാകണം. ആ ഈമാനാണ് ഇബാദത്തുകളിലൂടെ അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭക്ഷണം പാകമാകണമെന്നുണ്ടെങ്കിൽ ചൂട് തട്ടണം. ചൂട് തട്ടിയാലല്ലേ ഭക്ഷണം പാകമാകുള്ളൂ. ഇതുപോലെ നമ്മളൊക്കെ ഒന്ന് പാകമാകണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കുറെ ചൂട് തട്ടിക്കും. നിങ്ങൾ നോക്കൂ, ഈ അടുത്താണല്ലോ വേൾഡ് കപ്പ് കഴിഞ്ഞത്. ബ്രസീലിന്റെ വളരെ പ്രസിദ്ധനായൊരു കളിക്കാരനുണ്ട്, നമുക്കറിയാം, ഗെരിഞ്ച. ഈ ഗെരിഞ്ചയുടെ ഒരു ആത്മകഥയുണ്ട്. അതിൽ അദ്ദേഹം പറയണത്, അദ്ദേഹം ജനിച്ച കാലത്ത് അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ലായിരുന്നു. കാലിനെന്തോ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മക്ക് ആകെ ഒരു മകനേ ഉള്ളൂ. അപ്പൊ ഈ മകനൊന്ന് നടന്നു കാണണമെന്നത് ആ അമ്മയുടെ വലിയ സ്വപ്നമാണ്. അപ്പൊ അമ്മ ഡോക്ടറോട് ചെന്ന് ചോദിച്ചു, ഡോക്ടറെ, എന്റെ മകൻ എന്തെങ്കിലും ഒന്ന് നടന്നു കാണുമോ? അപ്പൊ ഡോക്ടർ നൽകിയൊരു മറുപടിയുണ്ട്, ഹി വിൽ വാക്ക് ഇഫ് യു വാണ്ട് ഹിം ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓ നടക്കും എന്നത്, നിങ്ങൾ ശ്രമിച്ചാലോ നടക്കും എന്ന് പറഞ്ഞു. അമ്മക്ക് കാര്യം മനസ്സിലായി. അമ്മ ശ്രമിക്കാൻ തീരുമാനിച്ചു. അമ്മ എന്താണ് ചെയ്യുന്നത്? പിറ്റേ ദിവസം രാവിലെ മുതൽ മോനെ എടുത്തിട്ട് മുറ്റത്ത് കൊടുന്നു വെക്കും. മോന്റെ 2 ഷോൾഡറിനും പിടിക്കും. എന്നിട്ട് മോനോട് നടക്കാൻ പറയും. പക്ഷെ മോന് നടക്കാൻ കഴിയൂല. മണ്ണിൽ കാല് തട്ടുമ്പോഴേക്ക് ആ കുട്ടി കരയും, വാവിട്ട് നിലവിളിക്കും. പക്ഷെ അമ്മ വളരെ ദേഷ്യത്തോടുകൂടി മോനോട് പറയും, നടക്കുക എന്ന് പറയും. അപ്പൊ മോന് കരഞ്ഞുകൊണ്ട് ആ മണ്ണിൽ ഇങ്ങനെ ചവിട്ടാൻ പഠിച്ചു. വർഷങ്ങൾ കൊണ്ട്, 1-2 വർഷങ്ങൾ കൊണ്ടാണ് മണലിലൊന്ന് ചവിട്ടാൻ അവന് കഴിഞ്ഞത്. കാരണം അത്രയും പ്രയാസമുള്ള ഒരു അസുഖമാണ്. പിന്നെയും ആ അമ്മ അവനെ നടത്താൻ ശീലിപ്പിക്കുകയാണ്. 2 ഷോൾഡറിനും പിടിച്ച് അവനെ കൊണ്ട് പതുക്കപ്പെടുത്താൻ നടത്തിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ, വർഷങ്ങൾ കഴിഞ്ഞപ്പോ ആ അമ്മ 2 ഷോൾഡറിനും പിടിച്ചില്ല, 1 ഷോൾഡറിന് മാത്രം പിടിച്ചു. അങ്ങനെ മോനെങ്ങനെ നടത്തിച്ചു. കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോ അമ്മ 2 കൈയിനും പിടിച്ചില്ല. അമ്മ ദൂരെ നിന്നു. ദൂരെ നിൽക്കുക മാത്രമല്ല, ഒരു വടി പിടിച്ചു. എന്നിട്ട് അവനോട് നടക്കാൻ പറഞ്ഞു. മോന് നടക്കാൻ ശ്രമിക്കുന്നുണ്ട്, അമ്മയെ പേടിച്ചിട്ട്. വീഴുന്നുണ്ട്, മുറിവാകുന്നുണ്ട്, കരയുന്നുണ്ട്. വീണ്ടും എഴുന്നേൽക്കുന്നുണ്ട്, വീണ്ടും വീഴുന്നുണ്ട്, വീണ്ടും മുറിവാകുന്നുണ്ട്, കരയുന്നുണ്ട്. പക്ഷെ ആ അമ്മ വിട്ടില്ല. അമ്മ വടി പിടിച്ചിട്ട് മോനെ അടിച്ചിട്ട് നടത്താൻ ശീലിക്കുകയാണ്. അപ്പൊ അയൽപ്പക്കത്തുള്ള ആളുകളൊക്കെ പറയാണ്, എന്തൊരമ്മയാണ് ഈ അമ്മ, എത്ര ക്രൂരയായ അമ്മയാണ് ഈ അമ്മ, എത്ര ദേഷ്യമാണ് അവക്ക് അവളുടെ മകനോട് എന്നൊക്കെ ആളുകൾ പറയുന്നത് ഈ അമ്മ കേൾക്കുന്നുണ്ട്. പക്ഷെ വർഷങ്ങളെടുത്തു ആ മോന് സ്വന്തം നടക്കാൻ തുടങ്ങി. നടക്കാൻ തുടങ്ങിയതിനു ശേഷം ആ അമ്മ ഈ അയൽപ്പക്കക്കാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പറഞ്ഞത്? ഞാൻ അന്ന് വടി പിടിച്ചിട്ട് എന്റെ മോനെ നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ നിങ്ങളൊക്കെ പറയാറില്ലേ ഞാനൊരു ക്രൂരയാണ് എന്ന്, ഞാനൊരു മോശക്കാരിയാണ് എന്ന് നിങ്ങളൊക്കെ വിളിച്ചു പറയാറില്ലേ? അങ്ങനെ നിങ്ങൾ പറയുമ്പോ എന്റെ കൽബ് പടയാറുണ്ട്, ഞാൻ ഉള്ളിൽ കരയാറുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ആരോരും കാണാതെ ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്റെ മോന്റെ കാര്യം ആലോചിച്ചിട്ട്. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്തത് എന്തിനാണ്? അങ്ങനെ ഞാൻ ചെയ്യാനുള്ള കാരണം, ഞാൻ ഇന്നോ നാളെയോ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകും. എന്റെ മരണശേഷവും എന്റെ കുട്ടി നടക്കണം, എന്റെ കുട്ടിക്ക് ജീവിക്കണം, ഒരാൾക്കും ഒരു ഭാരമായി അവൻ തീരരുത് എന്ന ഒരാഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ അവൻ നടത്താൻ ശീലിച്ചത്. ഇന്നവൻ നടന്നു കാണുമ്പോ എനിക്ക് ആ സന്തോഷമുണ്ട് എന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ പരീക്ഷണങ്ങളിൽ വിചാരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: നമ്മളെ അള്ളാഹു നടത്താൻ പഠിപ്പിക്കുകയാണ്. ഇതിലേറെ വലിയ പ്രതിസന്ധികൾ വന്നാലും വാടാതെയും തളരാതെയും നിൽക്കാനുള്ള ശക്തമായ ഈമാനിന്റെ ഇന്ധനം നമുക്ക് നൽകാനുള്ള പരിശീലനമാണ് അള്ളാഹു പരീക്ഷണങ്ങളിലൂടെ നമുക്ക് നൽകുന്നത്. ഒരു വലിയ തീപിടുത്തുണ്ടായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കത്തിക്കരിഞ്ഞു. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള വലിയ വലിയ പണത്തിന്റെ കെട്ടുകളൊക്കെ നശിച്ചുപോയി, കത്തിക്കരിഞ്ഞുപോയി.
എന്നാൽ നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ലാത്ത ഒരു സാധനം കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല അതിന്. അതെന്താണ്? അത് കൂടുതൽ ഉഷാറായിട്ടുണ്ടാവും. അത് കളിമണ്ണിന്റെ പാത്രങ്ങളാണ്. അതെന്തുകൊണ്ടാ? കളിമണ്ണിന്റെ പാത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിലേറെ വലിയ ചൂടിൽ നിന്നാണ്. അപ്പൊ അതിലേറെ വലിയ ചൂടിൽ നിന്നുണ്ടായ കളിമണ്ണിന്റെ പാത്രങ്ങൾക്ക് ഇനി എത്ര വലിയ ചൂട് വന്നാലും അത് കത്തിക്കരിഞ്ഞു പോകൂല. ഇങ്ങനെയാണെങ്കിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ പടച്ചവൻ തരുമ്പോ നമ്മൾ വിചാരിക്കേണ്ടത് അവന്റെ കാരുണ്യമാണ് എന്നാണ്. അവന്റെ കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രതിസന്ധിയുടെ ലക്ഷ്യം എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഇന്ന് മനസ്സിലാവണമെന്നില്ല, നാളെ മനസ്സിലാവണമെന്നില്ല, ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് മനസ്സിലാവണമെന്നില്ല. എന്നാലും അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അയ്യൂബ് നബിയുടെ ചരിത്രം എന്തിനാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്? എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം വിശദമായിട്ട് ഖുർആനിലില്ല. പിന്നെയോ ഓരോ പ്രവാചകനിൽ നിന്നും ഓരോ പാഠമുണ്ട്. ആ പാഠാണ് പറഞ്ഞു തരിക. അങ്ങനെയാണെങ്കിൽ അയ്യൂബ് നബി അലൈഹി സ്വലാമിൽ നിന്നുള്ള പാഠം എന്താണ്? ആ പാഠം ഈ വിധിവിശ്വാസം എന്ന പാഠമാണ്. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ഒരു വിശ്വാസി ആ പ്രതിസന്ധികളുടെ നടുക്കടലിൽ നിന്നുകൊണ്ട് അല്ലാഹു എന്ന പ്രതീക്ഷ കൊണ്ട് ജീവിക്കുവാനുള്ള ഏറ്റവും വലിയ കരുത്ത് നേടുകയാണ്. അതാണ് അയ്യൂബ് നബിയുടെ ചരിത്രം. അയ്യൂബ് നബിയെ പറ്റി ബൈബിളിൽ പറയുന്നത് അദ്ദേഹത്തിന് 7000 ആടുമാടുകൾ ഉണ്ടായിരുന്നു, 3000 അടിമകൾ ഉണ്ടായിരുന്നു, 7 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു, ഒരുപാട് കൃഷിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ആ നാട്ടിലെ, ആ വംശത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരു കൊടുങ്കാറ്റടിച്ച് വീടും വീട്ടിലുള്ള മക്കളുമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ആടുമാടുകളെല്ലാം അപഹരിക്കപ്പെട്ടു പോയി. വലിയ രോഗങ്ങൾ വന്നു. ബൈബിള് പറയുന്നത് വലിയ കണ്ടാൽ അറപ്പ് തോന്നുന്ന വ്രണങ്ങളുണ്ടായി, വെറുപ്പ് തോന്നുന്ന ദുർഗന്ധമുള്ള മുറിവുകൾ ഉണ്ടായി. അതുകൊണ്ട് ആളുകളൊക്കെ പിരിഞ്ഞുപോയി എന്നാണ്. അതിന് സാധ്യതയല്ല. കാരണം അങ്ങനെ ഒരു രോഗം അള്ളാഹുവിന്റെ പ്രവാചകന് കൊടുക്കൂല. കാരണം എന്താണ്? ആളുകളെല്ലാവരും അകന്നു പോകുന്ന രോഗം പ്രവാചകന് കൊടുക്കൂല. എല്ലാവരും അടുത്തു വരുന്ന രോഗമേ കൊടുക്കുള്ളൂ. അതിൽ ചെറിയ വിശ്വാസക്കുറവുണ്ട് എങ്കിലും അതിനുശേഷം ആ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം, ഇയ്യോബ് എന്ന് ബൈബിള് പറയുന്ന അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ നഗ്നനായിട്ടാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഞാൻ നഗ്നനായിട്ട് തന്നെയാണ് ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുക. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. വഅന്നീ മസ്സനിയൽ-ദുർറു വഅൻത അർഹമുർ റഹീമീൻ. പടച്ചവനെ, എനിക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സഹിക്കാൻ കഴിയുന്നത്ര നമ്മളൊക്കെ സഹിക്കും. പക്ഷെ സഹിക്കാൻ കഴിയുന്നതിലേറെയാണ് അദ്ദേഹം സഹിച്ചത്. എന്നിട്ടാണ് പറയുന്നത് വഅൻത അർഹമുർ റഹീമീൻ. നീ കാരുണ്യവാനാണ് പടച്ചോനെ എന്നല്ല പറയണത്, നീ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ്. എന്റെ സഹോദരന്മാരോട്, എന്നോട്, എന്റെ സഹോദരികളോട് എനിക്ക് ചോദിക്കുവാനുള്ള ചോദ്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോ നമുക്കിത് പറയാൻ കഴിയോ? അള്ളാന്റെ വിധിയാണെന്ന് പറഞ്ഞാൽ പോരാ. അർഹമുർ-റഹീമായ ഒരു പടച്ചവന്റെ തീരുമാനമാണ് ഈ വിധി എന്ന് വിശ്വസിക്കാനുള്ള കരുത്ത് നമുക്ക് കൈവരണം. അതാണ് പടച്ചവനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു കുട്ടി, ചെറിയ കുട്ടി, ആ കുട്ടിയെ നമ്മളൊരു മുകളിലിരുത്തിയിട്ട് കൈ കാണിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി നമ്മുടെ കയ്യിലേക്ക് ചാടും. എന്റെ കുട്ടി എന്റെ കയ്യിലേക്കേ ചാടുള്ളൂ. നിങ്ങൾ ആരെങ്കിലും എന്റെ കുട്ടിക്ക് കൈ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടി ചാടൂല. എന്നാൽ നിങ്ങളെ കുട്ടിക്ക് ഞാൻ കൈ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടി ചാടൂല. നിങ്ങൾ കൈ കാണിച്ചു കഴിഞ്ഞാലേ ചാടുള്ളൂ. ഇതെന്തുകൊണ്ടാണ്? എന്റെ കുട്ടിക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്. ഞാൻ ചതിക്കൂല എന്നുള്ളൊരു വിശ്വാസം, ഞാൻ പിടുത്തം പെടൂല എന്നുള്ളൊരു വിശ്വാസം, അല്ലേ? എന്റെ കുട്ടിക്ക് എന്നിലുള്ള വിശ്വാസം പോലെ എനിക്ക് അള്ളാഹുവിലൊരു വിശ്വാസം ഉണ്ടാകണം. അള്ളാഹു കൈവിടുകയില്ല. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ വിശ്വസിക്കേണ്ടതും നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും ഇതാണ്. മൻ ഹറബ ശൈഅൻ, മൻ ഖാഫ ശൈഅൻ ഹറബ മിൻഹു, മൻ ഖാഫല്ലാഹ ഹറബ ഇലൈഹി. ഒരു വസ്തുവിനെ ആരെങ്കിലും പേടിച്ചാൽ അതിന്റെ അടുത്തേക്ക് ചെല്ലൂല. അത് വന്നാൽ അതിന്റെ അടുത്ത് ഓടി മറയുകയാണ് ചെയ്യുക. എന്നാൽ അള്ളാനെയാണ് ഒരാൾ പേടിച്ചത് എങ്കിൽ അള്ളാന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുക. ഇതാണ് ഖൗഫൻ വതമഅ. ഒരേ സമയം പേടിയുണ്ട്, അതേസമയം ഒരു പ്രതീക്ഷയുണ്ട്.
അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ, അള്ളാഹുവിന്റെ വിധി, ആ വിധി എന്തായിരുന്നാലും ആ വിധിയിൽ സമാധാനിക്കാനുള്ള ഒരു കരുത്ത് എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൽഗുണമായിട്ടാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, വളരെ പ്രസിദ്ധനായ ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഒ ഹെൻറി എന്നാണ്. ഒ ഹെൻറിയുടെ ഒരു ചെറിയ കഥയുണ്ട്. ദി ലാസ്റ്റ് ലീഫ് എന്നാണ് കഥയുടെ പേര്. ആ കഥ ചെറിയൊരു കഥയാണ്. ന്യൂമോണിയ ബാധിച്ച് കിടക്കുന്ന ഒരു പെൺകുട്ടി. അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവളിങ്ങനെ കിടക്കുമ്പോൾ അവളുടെ ജനാലിന്റെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു മരമുണ്ട്. ആ മരം ശിശിരകാലമായതുകൊണ്ട് ആ മരത്തിൽ നിന്ന് ഇലകളൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട്. ഒരു 5-6 ഇലകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ 5-6 ഇലകളെ കണ്ടപ്പോ ആ കുട്ടി തീരുമാനിക്കുന്ന കാര്യം എന്താണ്? അവൾ തീരുമാനിച്ചു, ആ അവസാനത്തെ ഇല കൂടി കൊഴിയുന്നതോടുകൂടി ഞാനും ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകും. അവൾ വെറുതെ തീരുമാനിച്ചു. അവളുടെ അനിയത്തിയോടെല്ലാം പറഞ്ഞു. അങ്ങനെ 5-ാമത്തെ ഇലയും കൊഴിഞ്ഞു, 6-ാമത്തെ ഇല മാത്രമേ ബാക്കിയുള്ളൂ. അവള് വിചാരിച്ചു, ഇന്ന് രാത്രി കൂടി ഉറങ്ങുന്നതോടുകൂടി നാളെ ഞാൻ എഴുന്നേൽക്കൂല, ഞാൻ മരിച്ചു പോകുമെന്ന് തീരുമാനിച്ചു. അവളാണ് വിചാരിച്ചു. കാരണം അത്രയും എത്തിയിട്ടുണ്ട് അവളുടെ രോഗം, ഒരിക്കലും രക്ഷപ്പെടൂല എന്നാണ്. അങ്ങനെ അവൾ എല്ലാം എഴുതി വെക്കേണ്ടതെല്ലാം എഴുതി വെച്ച് അവളുടെ അനിയത്തിയോട് പറയേണ്ടതെല്ലാം പറഞ്ഞ് അവള് രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് ഉണരുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം അവൾ ഉണർന്നിട്ടുണ്ട്. ഉണർന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോ ആ ഇലക്കൊരു കുഴപ്പമില്ല. ഇല ഒന്ന് വാടിയിട്ട് പോലുമില്ല. ഇല നല്ല പച്ചപ്പ്, നല്ല തളിർത്ത ഇലയായി അവിടെ തന്നെ ബാക്കിയുണ്ട്. അവൾക്ക് അത്ഭുതമായി. അവൾ ആ ദിവസം കൂടി ജീവിച്ചു. പക്ഷെ അവൾ അന്ന് തീരുമാനിച്ചു, നാളത്തോടുകൂടി ഇല കൊഴിയുമെന്ന് തീരുമാനിച്ചു. അന്ന് കിടന്നുറങ്ങി. പക്ഷെ നാളെയും ഇല കൊഴിഞ്ഞിട്ടില്ല, മറ്റന്നാളും ഇല കൊഴിഞ്ഞിട്ടില്ല. 30-ാമത്തെ ദിവസവും 300-ാമത്തെ ദിവസവും ഇലയും കൊഴിഞ്ഞില്ല, അവളും കൊഴിഞ്ഞില്ല. വീണ്ടും വസന്തം വന്നു, ധാരാളം ഇലകളുണ്ടായി, ആ മരം സജീവമായി നിലനിന്നു, അവളും ജീവനോടുകൂടി അവശേഷിച്ചു. ഇതാണ് കഥാകൃത്ത് പറയുന്നത്. വാസ്തവത്തിൽ എന്താ ഉണ്ടായത്? ഇവളുടെ അനിയത്തി ഇവരുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു ചിത്രകാരനോട് എല്ലാം ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചിത്രകാരനെ ഒരു ഇല അവിടെ വരച്ചിട്ടതാണ്. യഥാർത്ഥ ഇല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു ഇല വരച്ചു വെച്ചു. ആ ഇലയെ കണ്ടുകൊണ്ടാണ് ഈ കുട്ടി തെറ്റിദ്ധരിച്ചത് നല്ല ഇലയാണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ കുട്ടി അങ്ങനെ ജീവിച്ചു എന്നാണ്. ആ ഇല വരക്കാൻ വേണ്ടി കയറിയ രാത്രി മഞ്ഞുകൊണ്ട് ആ ചിത്രകാരൻ ന്യൂമോണിയ ബാധിച്ച് മരിച്ചു പോവുകയും ചെയ്തു എന്നാണ് കഥ അവസാനിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ആ കുട്ടിക്ക് ജീവൻ നൽകുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്, അതൊരു ചെറിയ ഇലയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന, ജീവിക്കുവാനുള്ള പ്രേരണ നൽകുന്ന ഒരു ചെറിയ ഇലയുണ്ട്. ആ ഇലയാണ് ഈമാൻ. അതൊരു ഇലയല്ല, 1000 ഇലക്കൂട്ടങ്ങളാണ്. ആ പച്ചിലക്കൂട്ടങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ, വേര് പിടിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ അതൊരു തളിർത്ത പ്രകാശമായി ജ്വലിക്കട്ടെ. അതാണ് ഈമാൻ. മഖാമു ഇബ്രാഹിമിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥന ഉണ്ട്. അതെന്തായിരുന്നു? അത് നമ്മുടെ ഈ വിഷയമായിരുന്നു. റസൂൽ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, ഈമാനൻ, എനിക്ക് ഈമാൻ വേണമെന്നാണ് ഞാൻ നിന്നോട് ആഗ്രഹിക്കുന്നത്. എങ്ങനെയുള്ള ഈമാനാണ്? യുബാശിറു ഖൽബി, എന്റെ ഉള്ളിലേക്ക് പടർന്നു കയറിയ ഈമാൻ. വെറുതെ പറയാനും പ്രസംഗിക്കാനുള്ള ഈമാനല്ല, നമ്മുടെ ഉള്ളിലേക്ക് വേര് പിടിച്ചു കയറുന്ന ഈമാൻ. എവിടെയും നമ്മൾ തോറ്റുപോകരുത്, എവിടെയും നമ്മൾ തെറ്റിപ്പോവുകയും ചെയ്യരുത്. എവിടെയും നമ്മൾ തോറ്റുപോകരുത്, എവിടെയും നമ്മൾ തെറ്റിപ്പോവുകയും ചെയ്യരുത്. അത്രയും ശക്തമായ ഈമാനാണ് റസൂൽ ചോദിക്കുന്നത്. പിന്നെ പറഞ്ഞു യഖീനൻ, ആ ഈമാൻ ദൃഢമായിരിക്കണം. സ്വാദിഖൻ, ആ ഈമാൻ സത്യസന്ധമായിരിക്കണം. പിന്നെ റസൂൽ പറയുന്നത് ആ ഈമാന് കൊണ്ടുണ്ടാകേണ്ട 2 ഗുണങ്ങളാണ്. അതെന്താണ്? ഹത്താ അഅലമ അന്നഹു ലൻ യുസീബനി ഇല്ലാ മാ കതബതലി, എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിന്റെ വിധിയാണ് എന്ന് സമാധാനിക്കാനുള്ള ഈമാൻ. വരിദൻ ബിമാ ഖസമതലി, എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നീ തന്നതാണ് എന്ന് സംതൃപ്തി അടയാനുള്ള ഈമാൻ. ആ ഈമാൻ നീ എനിക്ക് നൽകണമേ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുന്നത്. അത് നമ്മളും പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ വിധികൾ നമ്മുടെ സംതൃപ്തിയാകണം. റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ യറുദ്ദുൽ ഖലാ ഇല്ലാ ബിദുആ, ലാ യറുദ്ദുൽ ഖലാ ഇല്ലാ ബിദുആ. ഖലാ അഥവാ വിധിയെ
മാറ്റാന് ഉള്ള ഒരേ ഒരു സംഗതി പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അല്ല തരണമെന്ന് വിചാരിച്ചൊരു അപകടം നമുക്കില്ലാതായി പോയിട്ടുണ്ടാവും. എങ്ങനെ? ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരായ ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ നമ്മളെ കൂടി ഒന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം ഒരുപക്ഷെ വലിയ ഒരു പ്രയാസത്തിൽ നിന്ന് നമ്മളെ തട്ടിമാറ്റിയത്. അപ്പൊ ദുആ ആണ്, പ്രാർത്ഥനയാണ് ഒരുപക്ഷെ വിധിയെ അള്ളാഹു വേണ്ട എന്ന് വെക്കാനുള്ള ഒരേ ഒരു മാർഗം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കരുണാവാരിധിയായ രക്ഷിതാവേ ഞങ്ങളെ നീ കരകയറ്റിയിടണമേ. പാപങ്ങളെ അതിജീവിച്ചുകൊണ്ട് നന്മയിലേക്ക് ഓടിയെടുക്കുവാനുള്ള സന്ദർഭമായി റമദാൻ ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ കരുണാവാരിധിയായ രക്ഷിതാവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സമാധാനം നൽകണമേ രക്ഷിതാവേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള, ഞങ്ങൾ കാണുക പോലും ചെയ്തിട്ടില്ലാത്ത, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടുള്ള വല്യപ്പമാരും വല്യമ്മമാരുമായിട്ടുള്ള ആളുകൾക്ക് അവർക്കെല്ലാവർക്കും നീ നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും അവരെയും നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ രക്ഷിതാവേ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ അവർക്ക് എല്ലാവിധത്തിലുള്ള ദീർഘായുസ് നൽകണമേ രക്ഷിതാവേ. അത് പറയുമ്പോൾ ഒരു ചെറിയ സംഗതി കൂടി പറയട്ടെ. കഴിഞ്ഞ ദിവസം കണ്ട ഒരു വചനമുണ്ട്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വചനം. അദ്ദേഹം പറഞ്ഞു, ബുകാഉൽ വാലിദൈനി റഖൂഖുഹു വൽ കബായിർ. ഉമ്മയോ വാപ്പയോ നമ്മുടെ കാരണം കൊണ്ട് ഒന്ന് കരയേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വലിയ പാതകമാണ്. മഹാപാപം നമ്മൾ പറയാറില്ലേ, ആ മഹാപാപത്തിനാണ് കബായിർ എന്ന് പറയാം. ആ മഹാപാപമാണ് അത് എന്ന്. ഒരു റസൂലിനോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, റസൂലെ, ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഒരു മാംസം ഇട്ടുകഴിഞ്ഞാൽ ആ മാംസം വെന്ത് ഉരുകുന്ന, കരിഞ്ഞു പൊരിയുന്ന അത്രയും കടുത്ത ചൂടുള്ള മരുഭൂമിയിലൂടെ ഞാൻ എന്റെ ഉമ്മാനെ തോളിലേറ്റിക്കൊണ്ട് നടന്നു പോയിട്ടുണ്ട് റസൂലെ. എന്റെ ഉമ്മാക്ക് ആ ചൂട് തട്ടണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ കിലോമീറ്ററുകളോളം ഞാൻ എന്റെ ഉമ്മായെ തോളിൽ വെച്ചുകൊണ്ട് നടന്നു പോയിട്ടുണ്ട് റസൂലെ. ഞാൻ അങ്ങനെ ചെയ്തത് എന്റെ ഉമ്മ എനിക്ക് ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾക്കുള്ള ഒരു പ്രത്യുപകാരമായി തീരുമോ റസൂലെ എന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ എന്താ പറഞ്ഞത്? ആയിത്തീരും. എന്തിന്? നിന്നെ പ്രസവിച്ച സമയത്ത് നിന്റെ ഉമ്മ ഒരു വേദനയല്ല 1000 വേദനകളുടെ കൂട്ടമാണ് അനുഭവിച്ചത്. കണ്ണിനാണോ വേദന, കാതിനാണോ വേദന, കൽബിനാണോ വേദന, കൈകാലുകൾക്കാണോ വേദന എന്നറിയാതെ നിന്റെ ഉമ്മ ഞെരിപിരി കൊണ്ടിട്ടുണ്ട്. ആ വേദനകളിൽ ഒരു വേദനക്കുള്ള പരിഹാരമാകാൻ സാധ്യത ഉണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഒരാളുണ്ട്, ഉമ്മാനെ തോളിലേറ്റിയിട്ട് തവാഫ് ചെയ്യുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇങ്ങനെ നോക്കി നിന്നു. ആ തവാഫ് കഴിഞ്ഞിട്ട് അയാൾ ഉമ്മാനെ താഴെ വെച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്റെ ഉമ്മായെ തോളിലേറ്റിക്കൊണ്ട് നടന്നത്? ഹൽ തറാനി ഹൽ ജസൈതു. നിങ്ങൾ കണ്ടില്ലേ എന്റെ ഉമ്മ എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങൾക്കുള്ള പരിഹാരമാകുമോ എന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലാ വലാ ബിസഫ്രത്തിൻ വാഹിദത്തിൻ. അത് നിങ്ങൾ വല്ല പ്രയാസങ്ങളും അനുഭവിച്ചപ്പോ നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് വേണ്ടി ഒരു നെടുവീർപ്പ് അയച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ മോനെ എന്ന് പറഞ്ഞിട്ട് ഒരു നെടുവീർപ്പല്ല 1000 നെടുവീർപ്പ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഉമ്മ അയച്ചിട്ടുണ്ടല്ലോ. ആ നെടുവീർപ്പുകളിൽ ഒരു നെടുവീർപ്പിനുള്ള പരിഹാരം മാത്രമാണ് നിങ്ങൾ ഈ ചെയ്ത സൽക്കർമ്മം എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞത്. അപ്പൊ ഉമ്മ നമ്മുടെ കാരണം കൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ഉപ്പ നമ്മുടെ കാരണം കൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മുടെ കാരണം കൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കേണ്ട സമയമാണിത്. അവരോട് പറഞ്ഞ് അവരുടെ മാപ്പ് വാങ്ങേണ്ട കാലമാണ്. അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ആളുകളോട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ചെന്ന് പറയണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.